മയ്യത്തൊക്കെ ഇരിക്കുമ്പോ സുജൂദിൽ കിടന്നു എന്നോട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? ഉണ്ട്. പക്ഷെ പറ്റുമോ? ഇല്ല. 16 മാസക്കാലം അല്ലാഹുവിന്റെ റസൂല് ആകാശത്തേക്ക് മുഖമുയർത്തി കിബില മാറാൻ വേണ്ടി റസൂൽ ആഗ്രഹിച്ചു. റസൂലല്ലേ, അള്ളാന്റെ അടുത്താണല്ലേ, മാറ്റിക്കൂടെ? പറ്റില്ല. എന്താ കാരണം? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഓർഡർ നൽകണം. ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞെടുക്കുന്ന റസൂൽ 16 മാസം കഴിഞ്ഞിട്ടാണ് തിരിഞ്ഞത്. അള്ളാഹുവിന്റെ കൽപ്പന കിട്ടി, ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. തിരുമദിയിലെ 738 ഹദീസ് നോക്കുക. തുമ്മം എന്താ പറയാ? അൽഹംദുലില്ലാ. അത് കേട്ടാ എന്ത് പറയണം? യർഹമുക്കല്ലാ. അതിനെന്ത് വേണം? അത് കേൾക്കണമെങ്കിൽ എന്ത് വേണം? ഇയാൾ ഉറപ്പ് പറയണം കേട്ടോ. അപ്പൊ യഹ്ദീകുമുല്ലാഹു യുസ്ലിഹു ബാലക്കും. തുമ്മിയപ്പോൾ ഒരാൾ എന്ത് പറഞ്ഞു? അൽഹംദുലില്ലാ വസ്സലാമു അലാ റസൂലില്ലാ. നബിന്റെ പേരിൽ സലാത്ത്. നല്ലതല്ലേ? ഉള്ള കൈ എന്ന് പറയണ്ടേ? പക്ഷെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൈസ ഹഖദ അല്ലമനാ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെയല്ല ഞങ്ങളെ പഠിപ്പിച്ചത്. ഒരു വാക്ക്, നല്ല വാക്ക് കൂട്ടിച്ചേർക്കാൻ നമുക്ക് അനുവാദമില്ല. പറ്റുമോ? ഇല്ല. നോക്കുക, ബുഖാരിയിലെ 6311 ഹദീസ്. ഉറങ്ങാൻ കിടക്കുമ്പോ ഒരു അവസാനത്തെ പ്രാർത്ഥന ഉണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്ലംതു നഫ്സി ഇലൈക് വഫവ്വൽതു അംരി ഇലൈക് വൽജഅതു ദഹ്രി ഇലൈക് തുടങ്ങിയ പ്രാർത്ഥന അല്ലേ? അതില് അവസാനം എന്താണുള്ളത്? ആമൻതു ബികിതാബിക്കല്ലദീ അൻസൽത വബിനബിയിക്കല്ലദീ അർസൽത. നീ ഇറക്കിയ കിതാബിലും നീ അയച്ച നബിയിലും ഞാൻ വിശ്വസിക്കുന്നു. ഇതിങ്ങനെ ചൊല്ലിക്കൊടുത്തു റസൂലുള്ളാഹി. ഒരു സഹാബിന്റെ പേരെന്താ? ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ഏറ്റു ചൊല്ലിയപ്പോ പറഞ്ഞത് ഒന്ന് മാറിപ്പോയി. ബിനബിയിക എന്നുള്ളത് ബിറസൂലിക. നിന്റെ റസൂലിൽ ഞാൻ വിശ്വസിച്ചു. അപ്പൊ എന്ത് പറയണം? റസൂലുള്ളാഹി കൊടുകൈ ഉഷാറായിട്ട് ഞാൻ നബിയാണ്, റസൂലാണ്. നബിമാരൊക്കെ കണ്ട് 1.25 ലക്ഷം, റസൂലുമാരോ 313. അപ്പോ തിരക്കെടുത്തല്ലോ അല്ലേ? പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ എന്ത് പറഞ്ഞു? ലാ, അങ്ങനെ പറയരുത്. വബിനബിയിക, നിന്റെ നബിയിൽ എന്ന് തന്നെ പറയണം. നോക്കണേ ജനങ്ങളെ, മാറ്റാൻ നമുക്ക് അവകാശമില്ല. ദാരിമി 204 ഹദീസ് നോക്കുക. റസൂലുള്ളാഹി വഫാത്തായി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കൂഫ പള്ളിയിൽ കുറച്ച് ആളുകൾ വട്ടം കൂടിയിരുന്ന് പറയുന്നു, 100 വട്ടം സുബ്ഹാനല്ലാഹ്, ഒന്നായിട്ട് ജമാഅത്തായി ദിക്ർ ഹൽഖ. 100 പ്രാവശ്യം അല്ലാഹു അക്ബർ, 100 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഓ, എന്തോ ഒരു ചുർക്കില്ലേ അല്ലേ? അത് കണ്ടിട്ട് അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു എന്ന സഹാബി ചെന്നു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ വീട്ടിലേക്ക്. ഉണരുന്നത് വരെ പുറത്ത് കാത്തുന്നു. വലിയ അടവാണ്. എന്നിട്ട് പുറത്തു വന്നപ്പോ ബേജാറോടുകൂടി കണ്ടു, ഞാന് പള്ളിയില് ഒരു പരിചയമില്ലാത്ത സംഗതി കണ്ടു. പക്ഷെ നല്ലതാണ് കേട്ടോ. പരിചയമില്ലാത്തത് കണ്ടു, എനിക്ക് പരിചയമില്ലാത്തൊരു കാര്യം കണ്ടു. ഉടനെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ചോദിച്ചു, എന്താ പിന്നെ നിങ്ങൾ തടയാഞ്ഞത്? നല്ല കാര്യം എന്ന് പറഞ്ഞു. പക്ഷേ ചോദിച്ചു, തടയാഞ്ഞത് എന്താ കാരണം? സഹാബത്തിന് പരിചയമില്ലാത്തത് നല്ലതാണ് എന്ന് പറഞ്ഞ് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. തുണി ശരിക്കൊടുക്കാതെ വാരിപ്പിടിച്ചിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് വന്നപ്പോ കണ്ട കാഴ്ച ഇതാണ്. ഭക്തിനിർഭരമായ തഖ്വയുടെ അന്തരീക്ഷത്തിൽ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ 100 വട്ടം ജമാഅത്തായി ചൊല്ലുന്ന ജനങ്ങൾ. ഉടനെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് അവരോട് പ്രസംഗിച്ചു, മാ അസ്റാ ഹലകതികും, എത്ര പെട്ടെന്നാണ് മക്കളെ നിങ്ങൾ നശിക്കുന്നത്. ഹാദിഹി സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതവാഫിറൂൻ, ഇദാ റസൂലിന്റെ സഹാബിമാർ നിറഞ്ഞു നിൽക്കുന്നു. ആനിയത്തുഹു ലം തുക്സർ, അവിടുത്തെ പാത്രങ്ങൾ പൊട്ടിയിട്ടില്ല. സിയാബുഹു ലം തുബ്ല, അവിടുത്തെ വസ്ത്രങ്ങൾ നുരുമ്പിയിട്ടില്ല. അതിനു മുമ്പ് നിങ്ങൾ ദലാലത്തിന്റെ വാതിൽ തുറക്കുകയാണോ? മനസ്സിലായോ?
ശരി, നമ്മുടെ നാട്ടിലൊക്കെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. എന്താ? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കൂട്ടുപ്രാർത്ഥനയാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കൂട്ടുപ്രാർത്ഥനയല്ല, കൂട്ടു ആമീന. ഉസ്താദ് മാത്രം പ്രാർത്ഥിക്കുക, നമ്മളൊക്കെ ആമീൻ പറയാം. ഇത് റസൂലിന്റെ ചര്യയിൽപ്പെട്ടതാണോ? അല്ല. സഹാബത്തിന്റെ ചര്യയിൽപ്പെട്ടതാണോ? അല്ല. പത്ത് കിതാബിൽ 142-ാമത്തെ പേജിൽ പറയുന്നു, നിസ്കാരം കഴിഞ്ഞ ഉടനെ പിന്നിൽ സ്ത്രീകളില്ലെങ്കിൽ ഇമാമ് നിസ്കാരസ്ഥലം വിട്ടുപോകണം. അപ്പൊ ഏതാ പള്ളി? സമസ്ത പള്ളിയാ? പിന്നിൽ പെണ്ണുങ്ങൾ ഉണ്ടാകുന്ന എവിടെയാ? മുജാഹിദ് പള്ളിയിലെ. 10 കിതാബിലാ പറയുന്നത് അല്ലെ? നൂറുൽ അബ്സാറിൽ കാണാം, യുഫാരിഖുൽ ഇമാം മുസല്ലാഹു അഖിബ ഫറാദിഹി. സലാം പിരിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇമാമ് എഴുന്നേറ്റ് പോകണം. ഇല്ലം സമ്മനിസാഉൻ, അവിടെ പെണ്ണുങ്ങളില്ലെങ്കിൽ. അപ്പൊ എന്താ? എഴുന്നേറ്റ് പോണം. അതാണ് മുസ്ലിമിലെ 592-ാമത്തെ ഹദീസിൽ കാണാം, അല്ലാഹുമ്മ അൻതസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത. ഇത് മൂന്നും ചൊല്ലുന്ന സമയം മാത്രമേ റസൂൽ അവിടെ ഇരിക്കാറുള്ളൂ. ബുഖാരിയിലെ 866-ാമത്തെ ഹദീസിൽ കാണാം, നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിക്കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ എഴുന്നേറ്റ് പോകും. പെണ്ണുങ്ങൾ എഴുന്നേറ്റ് പോകും. അപ്പൊ എന്താ? പെണ്ണവിടെ പള്ളിയിലുണ്ട്. ഫർദ് നിസ്കാരം കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ എഴുന്നേറ്റ് പോകും അല്ലേ? ഷാഫി ഇമാമ് തയ്യാറാക്കിയ മുസ്നദിൽ 298-ാമത്തെ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടിക്കഴിഞ്ഞാൽ അല്പനേരം അവിടെ ഇരിക്കും, പെണ്ണുങ്ങൾ എഴുന്നേറ്റ് പോകും. അല്പം അവിടെ നേരെ ഇരിക്കുന്നത് പെണ്ണുങ്ങൾ പിരിഞ്ഞു പോകാൻ വേണ്ടിയാണ്, ആണും പെണ്ണും ഇടകലരാതിരിക്കാൻ വേണ്ടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് ഇബ്നു ശിഹാബ് പറയുന്നു. ജനങ്ങളെ, ഇതൊക്കെയാണ് കാര്യങ്ങൾ. അതുകൊണ്ട് 20,000 ഫർദ് നിസ്കരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും കൂട്ടു ആമീൻ നടത്തിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തല തടവിയത് സ്ഥലം മുഴുവനുമാണ്. 10 കിതാബിൽ അത് പറയുന്നുണ്ട്, ഫത്ഹുൽ മുഈനിൽ പറയുന്നുണ്ട്, കിതാബുകളിലെല്ലാം പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ കെട്ടിയത് നെഞ്ഞത്താണ്. 10 കിതാബിൽ 127-ാമത്തെ പേജിൽ പറയുന്നു, കൈ നെഞ്ഞിലേക്ക് താഴ്ത്തുക. ഫത്ഹുൽ മുഈനിൽ 121-ാമത്തെ പേജിൽ പറയുന്നു, നെഞ്ഞത്ത് നിന്ന് കൈയെടുക്കൽ. മഹല്ലി 1-ാം വാള്യം 155-ാമത്തെ പേജിൽ പറയുന്നു, കൈ നെഞ്ഞത്ത് വെക്കണം. ഹദീസുകളിലുമുണ്ട്. അതുകൊണ്ട് ജനങ്ങളെ, വിഷയം മനസ്സിലാക്കണം. സത്യത്തിലേക്ക് നമുക്ക് കടന്നു വരണം. അപ്പോ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ജനങ്ങളെ കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? നമുക്ക് തുടങ്ങാന്ന് പറഞ്ഞോ? ഇല്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായം നോമ്പ് നോൽക്കുന്ന കണ്ടപ്പോൾ റസൂൽ എന്ത് പറഞ്ഞു? നമുക്ക് നോൽക്കാം. ഈസാ നബിയുടെ മൗലിദ് ക്രൈസ്തവർ ആഘോഷിക്കുന്നത് കണ്ടപ്പോ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പകർത്തിയില്ല. എന്താ കാരണം? ചിന്തിക്കണം. ഇത് നബാത്തി ഖുതുബയാണ്. നബാത്തി ഖുതുബയില് റബീഉൽ അവൽ മാസത്തിൽ 5 ഖുതുബുണ്ട്. ഇതില് പരലോകം, മരണം, മരണാനന്തരം മരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന സമസ്ത മുസ്ലിയാക്കന്മാർ റബീഉൽ അവൽ മാസത്തിൽ പള്ളിയിൽ നിലത്തിറങ്ങിയിട്ട്, അല്ലെങ്കിൽ പിന്നീട് എന്ത് പറയുന്നു? നബിദിനാഘോഷിക്കണം, മൗലിദ് കഴിക്കാത്തവൻ അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറയുന്നില്ലേ? ഇല്ലേ? ഉണ്ട്. പക്ഷേ ജനങ്ങളെ, ഇതാണ് നബാത്തി ഖുതുബ. മിമ്പറും മോദന നബാത്തി ഖുതുബയിൽ റസൂലുള്ളാഹിന്റെ ജന്മദിനത്തെ പറ്റി ഒരക്ഷരമില്ല. അല്ലേ? ശരി. അപ്പോ എന്തൊക്കെയോ ചില തകരാറുകൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കള്ളമുടി വിറ്റ് കാശാക്കുന്ന ഉസ്താദ് കാന്തപുരത്തിന് നേരെ നമ്മുടെ സമസ്ത ഒരു ചോദ്യം ചോദിച്ചു. ഇല്ലേ? അപ്പോ ഉസ്താദ് കാന്തപുരം തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, തെളിവ് എവിടെ? സനത് എവിടെ? എന്ത്? വെല്ലൂരിന്റെ മുടിക്ക് സനത് എവിടെ? അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു വാക്കിന്, ഒരു പ്രവൃത്തിക്ക്, അംഗീകാരത്തിന് എല്ലാം സനതുണ്ട്. 253 ഹദീസ് ഗ്രന്ഥങ്ങളിലായി ലക്ഷക്കണക്കിന് റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ സഹീഹായ ഏതെങ്കിലും ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി വെല്ലൂരിലോ കാരന്തൂരിലോ ടോക്കിയോയിലോ ഇസ്തംബൂളിലോ എവിടെ എത്തിയതായിട്ടില്ല. ഉണ്ടോ? ഇല്ല. സനദില്ല.
സനദില്ല, ഒരു മുടിക്കും സനദില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിക്ക് പ്രത്യേകതയില്ലേ? ഉണ്ട്. അതുകൊണ്ടാണ് റസൂൽ 2 പ്രാവശ്യം അത് വിതരണം ചെയ്തത്. അത് സഹാബിമാരുടെ കാലശേഷം തലമുറകൾ കൈമാറി ആർക്കെങ്കിലും കിട്ടിയതായിട്ട് എവിടെയുമില്ല. എന്നാൽ ഒരത്ഭുതം നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒറിജിനൽ മുടി ഭൂമുഖത്ത് എവിടെയുമില്ല. ഭൂമിക്കടിയിൽ ഖബറിൽ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൽ ഉണ്ട്. അത് വഹാബി ഗവൺമെന്റിന്റെ കയ്യിലാണ്, സൗദി ഗവൺമെന്റിന്റെ കയ്യിലാണ്. മസ്ജിദുൻ നബവിയിൽ റൗള ഷരീഫിന്റെ അപ്പുറത്ത്, റൗള ഷരീഫിലല്ല, റൗള ഷരീഫിന്റെ അപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമുടി മാത്രമല്ല മുഴുവൻ ശരീരവും മണ്ണ് തിന്നാതെ കിടക്കുന്നുണ്ട്. ഒരു മുടിയെ എടുത്തിട്ട് ഒരു ചില്ല് കൊട്ടാരത്തിൽ വെച്ചാൽ കോടി 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 രൂപ അവിടെ കിട്ടും. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനം അത് ചെയ്യുകയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിറ്റ് കാശാക്കുന്ന മുസ്ലിയാക്കന്മാരെ പോലെയല്ല നമ്മൾ. കുപ്പിത്താം 3 കുപ്പി വെള്ളം വിറ്റത് 75,000 രൂപയ്ക്കാണ്, 3/4 ലക്ഷം രൂപക്കാണ്. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള കള്ളമുടി വെല്ലൂരിലുണ്ട്. അതിട്ട വെള്ളം കൊണ്ടുവന്നിട്ട് ഗ്യാലൻ കണക്കിന് വിറ്റ് കാശുണ്ടാക്കി. അതിന് 3 എണ്ണാണ് നമ്മളെ സമസ്തക്ക് കിട്ടിയത്. അത് 3/4 ലക്ഷത്തിന് വിറ്റു. ഈ ജാതി കള്ളക്കച്ചവടം മുജാഹിദ് പ്രസ്ഥാനം ചെയ്യാൻ പറ്റുകയില്ല. പേനക്കെന്താ വില? 5 രൂപ. മൗലാന മൗദൂദി എഴുതിയ പേന വിറ്റത് 24 ലക്ഷം രൂപക്കാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന് പറ്റുകയില്ല. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് മുജാഹിദ് ഗവൺമെന്റിന്റെ കയ്യിലാവുള്ളത്, വഹാബി ഗവൺമെന്റിന്റെ കയ്യിലാവുള്ളത് അല്ലേ? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി പുറത്തെടുത്താൽ മതി. വെല്ലൂരിലെ മുടി കാണാൻ ആരാ വരുന്നത്? കാരന്തൂരിൽ മുടി കാണാൻ ആരാ വരുന്നത്? കുറച്ചാൾക്കാർ. എന്നാൽ മദീനത്ത് ആരാ വരുന്നത്? ലോകത്തെ ഏറ്റവും വലിയ മുതലാളിമാരിൽപ്പെട്ട ബ്രൂണൈ സുൽത്താൻ മുതൽ ഇവിടുത്തെ പുതുപ്പള്ളിയിലെ പാവപ്പെട്ടവൻ വരെ, അല്ലേ? കോടി 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 രൂപ അവിടെ കിട്ടും. പക്ഷേ 1421 കൊല്ലമായി ഒരു ചില്ലിക്കാശ് പോലും അവിടെ വന്ന് വീഴുന്നില്ല. കാരണം അവിടെ മുസ്ലിയാക്കന്മാരില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ അവിടെ ഉണ്ട്. അവിടെ 2 പൈസ വിലയുള്ള ചരട് മന്ത്രിച്ചൂടി 200 രൂപയ്ക്ക് വിൽക്കുന്നില്ല. കാരണം അവിടെ മുസ്ലിയാക്കന്മാരില്ല. യാമുറിയാത്ത യാസീനൊത്തില്ല. കാരണം അവിടെ മുസ്ലിയാക്കന്മാരില്ല. അപ്പവാണിവൻ ചന്ദനക്കുട മുറൂസ് മുബാറക്ക് ചന്ത കൊട്ട് ആന ഇല്ല. എന്താ കാരണം? അവിടെ മുസ്ലിയാക്കന്മാരില്ല. ശരിയല്ലേ? മക്കത്തും മദീനത്തും പോയ പുതുപ്പള്ളിക്കാരെ നിങ്ങൾക്കറിയില്ലേ? അറിയാം. അവിടെ എന്തിനാ പോകുന്നത്? അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അല്ലാഹുവേ മുഹമ്മദ് നബിക്ക് രക്ഷയും സമാധാനം നൽകണേ. അസ്സലാമു അലൈക യാ അബൂബക്കർ, അല്ലാഹുവേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രക്ഷയും സമാധാനം നൽകണേ. അസ്സലാമു അലൈക യാ ഉമർ, അല്ലാഹുവേ ഉമർ റളിയല്ലാഹു അൻഹു രക്ഷയും സമാധാനം നൽകണേ. പ്രാർത്ഥിക്കാനല്ലേ? ആണ്. അവിടെ നിന്ന് ഇറങ്ങിയാൽ ജന്നത്തുൽ ബഖീആണ്, ബഖീഉൽ മിർഖദ്. ആയിരക്കണക്കിന് സഹാബിമാരെ കബറടക്കിയ സ്ഥലം. ജാറമില്ല, ദർഗയില്ല, മക്കാമില്ല, ചന്ദനക്കുടമില്ല, ഉറൂസ് മുബാറക്കില്ല, അപ്പവാണിയുമില്ല. കാരണം അവിടെ മുസ്ലിയാക്കന്മാരില്ല. റസൂലുള്ളാഹിന്റെ മയ്യത്ത് കബറടക്കിയത് സഹാബിമാരാണ്. മൊനമ്പത്തെ ബീബിയുടെ മയ്യത്ത് കബറടക്കിയത് മുസ്ലിയാക്കന്മാരുടെ ശിങ്കിടികളാണ്. മമ്പളം സെയ്ദ് അലവി ദീലവി തങ്ങളുടെ മയ്യത്ത് കബറടക്കിയത് മുസ്ലിയാക്കന്മാരുടെ ശിങ്കിടികളാണ്. അതുകൊണ്ട് അവിടെ ജാറമുണ്ട്, ദർഗയുണ്ട്. മഹാന്മാരായ സഹാബിമാരെ കബറടക്കിയത് സഹാബിമാരും സഹാബിമാരുടെ മക്കളുമാണ്. അതുകൊണ്ട് അവിടെ ജാറമില്ല, ദർഗയില്ല, മക്കാമില്ല, അപ്പവാണിഭമില്ല, ഉറൂസ് മുബാറക്കില്ല, ചന്ദനക്കുടമില്ല. അവസാനിപ്പിക്കുക. ജനങ്ങളെ സത്യം എന്താണെന്ന് മനസ്സിലായാൽ സ്വതന്ത്രമായി ഭയപ്പെടാതെ തുറന്നു പറയുക. ഉസ്താദുമാർ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഉസ്താദുമാരെ, മൂല്യന്മാരെ, നിങ്ങളുടെ മനസ്സിൽ തെല്ലെങ്കിൽ ഈമാൻ ഉണ്ടെങ്കിൽ മനസ്സിലായ സത്യം പറ്റി തുറന്നു പറയും. രഹസ്യമായി മുജാഹിദ് പ്രവർത്തകരോട് നിങ്ങൾ പറയാറില്ലേ? മുജാഹിദീങ്ങൾ പറഞ്ഞതിലും കുറച്ചൊക്കെ കാര്യമുണ്ട് ഇല്ലേ? ഉണ്ട്. അല്ലാഹു സൂറത്തുൽ ബഖറയിൽ പറഞ്ഞില്ലേ? ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബ് ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലഈനാൻ. സത്യം മറച്ചു വെക്കുന്ന ആൾക്കാർ, നാം അവതരിപ്പിച്ച ഗ്രന്ഥത്തിലെ സത്യം വ്യക്തമാക്കിയ ശേഷം മറച്ചു വെക്കുന്നവരാരോ അവരെ അള്ളാഹു ശപിക്കും. ശപിക്കുന്നവരെല്ലാം ശപിക്കും. ആരൊക്കെയാ ശപിക്കുക? അള്ളാഹുവിന്റെ ശാപം, മലായിക്കത്തിന്റെ ശാപം, മുഴുവൻ മനുഷ്യന്മാരുടെയും ശാപം. നയാ പൈസയ്ക്ക് വേണ്ടി
ടിഫിൻ കാരിയറിന് വേണ്ടി, മൗലിദിന് വേണ്ടി, റാത്തീബിന് വേണ്ടി, ചാവടിയന്തരത്തിന് വേണ്ടി മുസ്ലിയാക്കന്മാരെ ദീനിനെ മറച്ചു വെക്കണ്ട. തുറന്നു പറഞ്ഞോളൂ, മരിക്കും വരെ ഭക്ഷണം അള്ളാഹു ഏറ്റതാണ്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഏതൊരാളുണ്ടോ, ഏതൊരു ജീവിയുണ്ടോ അതിന്റെ ഭക്ഷണം അള്ളാഹു ഏറ്റിട്ടുണ്ട്. ഇല്ലേ? നിങ്ങൾക്കും അവർക്കും നമ്മളാണ് തിന്നാൻ തരുന്നത്. നിങ്ങൾക്കും അവർക്കും, അവർക്കും നിങ്ങൾക്കും നമ്മളാണ് തിന്നാൻ കൊടുക്കുന്നത്. അതുകൊണ്ട് ബേജാറാകേണ്ടതില്ല. മുജാഹിദ് പ്രവർത്തകന്മാരെ, നമ്മൾ ശാന്തമായി സമാധാനപരമായി കുടുംബങ്ങളിലേക്ക് മടങ്ങിപ്പോവുക. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹിക്കുക. 5 നേരം പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കാൻ റസൂലുള്ളാഹി നിസ്കരിച്ച പോലെ കൈ നെഞ്ഞത്ത് കെട്ടി ഔദു ബിസ്മി മെല്ലെ ഓതി നിസ്കാര ശേഷം കൂട്ടു ആമീൻ നടത്താതെ തറാവീഹ് നിസ്കരിക്കുന്ന പള്ളിയിൽ പോകാൻ വാഹന സൗകര്യം ഏർപ്പെടുത്താൻ തയ്യാറാവുക. പള്ളി അവനവന് സൗകര്യപ്പെട്ട സ്ഥലത്ത് അടുത്തുണ്ടാക്കാൻ തീരുമാനിക്കുക. നമ്മുടെ രാജ്യത്തെ ഒരൊറ്റ പെൺകുട്ടിയും കല്യാണത്തിന്റെ പേരിൽ കരയരുത്. ആഭരണത്തിന് വേണ്ടി കരയരുത്. പണമായി, പണ്ടമായി, പറമ്പായി, അറയായി, വിസയായി, ജോലി വാഗ്ദാനമായി സ്ത്രീധനം കൊടുക്കരുത്. സ്ത്രീധനം വാങ്ങരുത്. അതിനുവേണ്ടി പിരിവെടുക്കരുത്. ആ മോശക്കാരനായ മനുഷ്യന്റെ അടുക്കലേക്ക് നിങ്ങൾ നല്ല തുണികുപ്പായിട്ടിട്ട് പോകരുത്. എന്ന് സ്ത്രീധനം ചോദിച്ചു വാങ്ങിയ ആ മനുഷ്യന്റെ കല്യാണത്തിന് നിങ്ങൾ പങ്കെടുക്കരുത്. കാരണം അത് നല്ല ഭക്ഷണമല്ല, അത് നല്ല കല്യാണമല്ല. അല്ലേ? അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പറയാൻ അതിലൊന്നുമില്ല. ബിസ്മില്ലാ, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ എന്ന് പറയാനതിലില്ല. അതുകൊണ്ട് സല്ലൂ കമാ റഅയ്തുമുനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിച്ചു നിങ്ങൾ കണ്ടുവോ അങ്ങനെ നിങ്ങൾ നിസ്കരിക്കുവിനെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മുജാഹിദുകൾ ശാഫി മദ്ഹബുകാരാണ്, മുജാഹിദുകൾ ഹനഫി മദ്ഹബുകാരാണ്, മുജാഹിദുകൾ ഹംബലി മദ്ഹബുകാരാണ്, മുജാഹിദുകൾ മാലിക്കി മദ്ഹബുകാരാണ്. എല്ലാ മദ്ഹബിന്റെ ഇമാമുകളെ നമ്മൾ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു, ഉൾക്കൊള്ളുന്നു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നിസ്കരിച്ച പോലെ നിസ്കരിക്കണമെന്നാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഹദീസ് സഹീഹായി കണ്ടാൽ അതാണ് എന്റെ മദ്ഹബ് എന്നാണ്. കിതാബുകൾ വ്യക്തമാണ്, ഹദീസുകൾ വ്യക്തമാണ്, ആയത്തുകൾ വ്യക്തമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാണ്.